ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ ബേസ് ലെവലിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സിനെ ഏറ്റവും പ്രീമിയം ലെവലിലേക്ക് വരെ മാറ്റാൻ കെൽപ്പുള്ള ഒരു വജ്രായുധമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് അതൊരു മാജിക്കൽ വേൾഡ് ആണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിനെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വളരെ വലിയൊരു ലോകത്തേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള പല ടൂൾസുകളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മാജിക്കൽ വേൾഡ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളിലേക്ക് നിങ്ങളുടെ ബ്രാൻഡ്, നിങ്ങളുടെ ബിസിനസ് എല്ലാം വളരെ കൃത്യമായി നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങളാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ എങ്കിൽ ഒരു ബിസിനസ് നിങ്ങളുടെ കയ്യിൽ അവർ ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുന്നതിന് അനുസരിച്ചുണ്ടാകും ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തും അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജും എന്ന് പറയും. സോ നിങ്ങളാണ് ഏതൊരു ബിസിനസ്സിനെയും ഏറ്റവും കൂടുതൽ ഉയരത്തിലെത്തിക്കുന്ന ഇന്നത്തെ ജനറേഷൻ എന്ന് പറയും. സോ അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടായി മാറണം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രഡീഷണൽ മാർക്കറ്റിംഗും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ഞാൻ വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ചെന്നിട്ട് ഒരുപാട് നോട്ടീസ് കൊടുക്കുന്ന ആ ഒരു വിഷ്വൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആ നോട്ടീസ് കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ കുട്ടി അല്ലെങ്കിൽ വലിയ ആൾ, ഏജ്ഡ് ആയ ആളുകൾ ഒന്നും നമ്മൾ നോക്കില്ല. നമ്മൾ കൺമുന്നിൽ കാണുന്നവർക്കൊക്കെ ആ നോട്ടീസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈമും അതുപോലെ തന്നെ അതൊരു അൺനെസസറി എക്സ്പെൻസ് ആണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന 10 പേരിൽ ഒരാൾ മാത്രമാകും നമ്മളെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഓഡിയൻസ് ആരാണോ അവരെ നമുക്ക് കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് അവരിലേക്ക് മാത്രം നമ്മുടെ ആഡുകൾ നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ്യൂസ് ദ കോസ്റ്റ്. അതായത് ഒരു 1000 നോട്ടീസ് പ്രിൻ്റ് അടിക്കുന്നതിന് പകരം മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുറഞ്ഞ എമൗണ്ടിൽ നമ്മുടെ കൃത്യമായ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ഈ ആഡ് നമുക്ക് വളരെ പ്രോപ്പറായിട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യം തന്നെയാണ് മെയിനായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി, അതിന് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു രീതിയിലും സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ഒരു റേഡിയസിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള വളരെ കുറച്ച് പേര് മാത്രമേ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് അറിയുകയുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര്, അതായത് ബ്രാൻഡ് നെയിം വൈറലായി തുടങ്ങും. സോ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാത്ത ഒരു സ്ഥാപനം വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് ഓരോ സ്റ്റാർട്ടപ്പും ഇന്ന് വരുന്നത് ഓൺലൈൻ മീഡിയാസിലൂടെയാണ്. നമ്മൾ പലരും പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്, നമ്മൾ പലരും പല ബിസിനസ്സിനെ കുറിച്ച് അറിയുന്നത് വൈഡ് വെറൈറ്റീസ് ഓഫ് സ്കോപ്പ് ഉള്ള ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയാണ്. സോ അതിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ഒരുപാട് ഗ്രോത്തിലേക്ക് എത്താൻ ഇന്ന് വളരെ വലിയൊരു ചാൻസ് ഉണ്ട്. സോ ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾസ്? ലേറ്റസ്റ്റ് ആയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ജെമിനൈ, അതുപോലെ തന്നെ ലിയോണാർഡോ AI, ചാറ്റ് GPT, വെബ്സൈറ്റിന് വേണ്ടി വേർഡ് പ്രസ്, ഇമെയിൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കെൻമിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ കാലിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലിസ്റ്റ് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഒരു 10 പേരാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തെങ്കിൽ ഇതിൽ 1, 2, 3 എന്ന് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിന്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുന്ന ഒരു പേരുണ്ടാകും. അത് അവർ ഫസ്റ്റിലേക്ക് എത്താൻ കാരണം അത് വെറുതെ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരില്ല. അവർ കൃത്യമായി SEO അതുപോലെ തന്നെ SEM ഒക്കെ വളരെ പ്രോപ്പറായി ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഏറ്റവും ടോപ്പിൽ എത്താനുള്ള കാരണം. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായി ടെക്നോളജിയുടെ കൂടെ നിങ്ങൾ ലേറ്റസ്റ്റായി മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി സാധിക്കില്ല. റാങ്കിങ് ചെയ്ത് നിങ്ങൾ ഏറ്റവും ഉയരത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ SEO അതുപോലെ തന്നെ SEMനൊക്കെ കുറിച്ച് വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം. അതെല്ലാം നമ്മുടെ മൊഡ്യൂൾസിൽ വളരെ കൃത്യമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാമെന്നറിയോ? ഇപ്പോൾ നിങ്ങളൊരു +2 കഴിഞ്ഞ ആളോ അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ആളോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ, ഒക്കെ പോട്ടെ, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് അതിലൊരു എക്സ്പേർട്ട് ആകാൻ പറ്റും. ഏതൊരാൾക്കും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാൾക്കും വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാർക്കറ്റിംഗിൽ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയണ്ട, കോഡിംഗ് അറിയണ്ട, നിങ്ങളൊരു IT എക്സ്പേർട്ടോ ഒന്നും ആകണ്ട. നിങ്ങൾക്ക് മാർക്കറ്റിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ അത് മാത്രം മതി, എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകളായി മാറാൻ പറ്റും. അതാണ് ഈ ഒരു ഫീൽഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരു ബേസ് നോളജ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇതിലെ എക്സ്പേർട്ടുകളായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. പല കോഴ്സും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ജോലി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? പക്ഷേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ മാനേജർ ആകാം, SEO എക്സ്പേർട്ട് ആകാം, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ് തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ നിങ്ങൾക്ക് എക്സ്പേർട്ടുകളായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. വൈ കെൻമി? അപ്ഡേറ്റഡ് ആയ AI മൊഡ്യൂൾസ് ഒക്കെയാണ് സ്റ്റുഡൻസിന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. ഓരോ ദിവസവും AI പുതിയ പുതിയ ടൂൾസ് വരുന്നുണ്ട്, പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഒക്കെ സ്റ്റുഡൻസിന് വളരെ കൃത്യമായിട്ട് തന്നെ ട്രെയിനേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ പേഴ്സണൽ ട്രെയിനറുണ്ട്. ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ ട്രെയിനറാണ്. ചിലപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് സംശയങ്ങൾ ചോദിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവും, ഗ്രൂപ്പ് ഫിയർ ഉള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിയെടുക്കാനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ കെൻമിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് സമയത്ത് പ്രോജക്റ്റുകളൊക്കെ വരുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾ ഒരു ഗ്രൂപ്പിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പഠിക്കും. പിന്നെ അതിൻ്റെ പുറമെ തന്നെ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് മടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെൻഷനേ കെൻമിലില്ല. സ്റ്റുഡൻസിന് വേണ്ടി ഇന്റേൺഷിപ്പ് ലൈവായിട്ട് ഇംഗ്ലീഷ് കഫേയിൽ നിന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഗ്രാഫിക് ഡിസൈനിങ് കൂടെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ബോണസ് പോയിന്റ് ആണ്. സത്യം പറഞ്ഞാൽ പലരും ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാനായിട്ട് ഒരുപാട് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ടി മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നൊക്കെ ഉണ്ട്. പക്ഷേ കെൻമിൽ നിന്ന് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് കൂടെ പഠിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ വരുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്. അതും ഇംഗ്ലീഷ് കഫേയുടെ ഓഫ്ലൈൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് കെൻമിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്ലേസ്മെന്റ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് കഫേ, ഇംഗ്ലീഷ് പ്ലസ്, ക്ലാബ്സ്, ആൻഫീൽഡ്, തജ്വീദ്, ജിഞ്ചർ മീഡിയ, വിദ്യാ പോർട്ടൽ ആൻഡ് ഡെൽറ്റ ഇന്റർനാഷണൽ. സോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കരിയർ ഓപ്ഷൻ തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ് ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഗൂഗിൾ ആഡ്സ്, IAB എൻഡോസ്ഡ്, SEMrush, HubSpot അക്കാഡമി, ഗൂഗിൾ അനാലിറ്റിക്സ്, മെറ്റ ബ്ലൂ പ്രിന്റ്, LinkedIn ആൻഡ് BOI. സോ ഇനി സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആകണമെങ്കിൽ ഉടൻ തന്നെ കെൻമി ഡിജിറ്റൽ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യും. കെൻമി ഡിജിറ്റൽ അക്കാഡമി, കാലിക്കറ്റ്.